ആരാണ് പ്രോസ്പെക്ട്? പ്രോസ്പെക്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള ഒരാളാണ്. ഇവരെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ഒരു സൂത്രവാക്യമുണ്ട്. അതാണ് മാൻഡ്. മാൻഡ്, MANT, മാൻഡ്. നമ്മൾ ഒരാളുടെ മാൻഡ് നോക്കിയിട്ട് വേണം അയാൾ നമ്മുടെ പ്രോസ്പെക്ട് ആണോ എന്ന് ഉറപ്പിക്കാൻ. മാൻഡുള്ള ആളുടെ അടുത്ത് മാത്രമാണ് നമ്മൾ സെയിൽസ് സംസാരിക്കേണ്ടത്. എല്ലാ ആൾക്കാരുടെ അടുത്ത് പോയി നമ്മൾ സെയിൽസ് സംസാരിക്കാനേ പാടില്ല. മാൻഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. മാൻഡിൽ ഒന്നാമത്തെ കാര്യം മണി. പ്രോസ്പെക്ട് ആവേണ്ട ആൾ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ തീർച്ചയായിട്ടും മണിയുള്ള ആളായിരിക്കും. ചില ആൾക്കാരുണ്ട് ബിസിനസ് നടക്കാൻ വേണ്ടി കാണുന്നവർക്കും പോകുന്നവർക്കും കൊണ്ട് സാധനം കൊടുക്കും. അവസാനം സാധനവും ഇല്ല, കാശുമില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങളെ പ്രൊഡക്റ്റ് വാങ്ങുവാനുള്ള സാമ്പത്തിക സ്ഥിതി അയാൾക്കുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് വാങ്ങാൻ. അയാളുടെ മുമ്പിൽ നിങ്ങളെ പ്രസന്റേഷൻ നടത്താൻ പാടുള്ളൂ, ചെയ്ത് സംസാരിക്കാൻ പാടുള്ളൂ. അല്ലാത്ത ആരുടെ അടുത്തേക്ക് നിങ്ങൾ ഒരു കാരണവശാലും സംസാരിക്കുവാൻ പാടുള്ളതല്ല. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് മണി ഉണ്ടായിരിക്കും. രണ്ടാമത്തെ കാര്യമാണ് അതോറിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളെ പ്രൊഡക്റ്റ് ടീഷർട്ടാണെന്ന് വിചാരിക്കുക, സ്കൂളിൽ വിൽക്കുന്ന ടീഷർട്ടാണെന്ന് വിചാരിക്കുക. അപ്പൊ അത് ധരിക്കുന്നത് കുട്ടികളാണ്. അപ്പൊ നിങ്ങളുടെ കസ്റ്റമർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളാണ്. പക്ഷെ അതിന് കാശ് കൊടുക്കുന്നത് രക്ഷകർത്താവാണ്. പക്ഷേ ആ ടീഷർട്ട് വാങ്ങണ്ട എന്ന് തീരുമാനിക്കേണ്ടത് സ്കൂളുകാരായിരിക്കും. അപ്പോൾ ആ ടീഷർട്ടിന്റെ അതോറിറ്റി ആർക്കാണ്? സ്കൂളുകാരാണ്. അപ്പൊ നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ ആൾക്ക് ഇത് വാങ്ങുവാനുള്ള അതോറിറ്റി, തീരുമാനം എടുക്കുവാനുള്ള കഴിവുള്ള ആളാണോ എന്ന് പരിശോധിക്കുക. മൂന്നാമത്തെ കാര്യമാണ് നീഡ്, ആവശ്യം. നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒരാൾക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ അയാൾ നിങ്ങളിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ചിരിക്കും. നിങ്ങളുടെ പ്രൊഡക്റ്റ് ആവശ്യമായ ഒരാളെ കണ്ടെത്താൻ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് പകുതി വിജയിച്ചു. നാലാമത്തെ കാര്യമാണ് ടൈം. ഒരാൾക്ക് മണിയുണ്ട്, അതോറിറ്റി ഉണ്ട്, നീഡുണ്ട്, പക്ഷേ സമയം ഒരു പ്രധാന ഘടകമാണ്. അയാൾ വേറൊരു കാര്യത്തിന് പോകാൻ വേണ്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പോകാൻ വേണ്ടി നിൽക്കുന്നു. അയാൾ അടുത്ത് പോയി അപ്പൊ പോയി സെയിൽ സംസാരിച്ചാൽ അയാൾ നമ്മളെ ഇറക്കി വിടും. സെയിൽ സംസാരിക്കാൻ പറ്റിയ സമയമാണോ എന്നുള്ള കാര്യവും നമ്മൾ പരിശോധിക്കണം. അപ്പോ ഈ 4 കാര്യങ്ങളും ഉള്ള ഒരാളിനെയാണ് പ്രോസ്പെക്ട് എന്ന് പറയുന്നത്.